നമ്മളെ കണ്ടിട്ട് കുറച്ച് കാലമായി. കുറെ കാലമായി സാർ. അതെ, ഞാൻ ഇതൊന്ന് മാറ്റിക്കോട്ടെ. എന്നെ കാണാൻ പ്രശ്നമുണ്ടോ? എന്താന്ന് പറയുമ്പോ എനിക്ക് ഒരു ഭയങ്കര പേടി. എന്ത് പറ്റി? ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു മത്സരത്തിന് വന്ന് നിങ്ങൾ നിൽക്കുന്നല്ലേ? നിൽക്കുന്നത്. ഞാനും ഇത്തിരി പേടിച്ചാ നിൽക്കുന്നത്. കാരണം ഈ പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ മൂഡ് കോർട്ടൊക്കെ പോലെയുള്ള സാധനമുണ്ട്. അപ്പൊ അതിലൊരു പാനലിരിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതിന്റെ ഒരു വിറയലും വെപ്രാളും എനിക്കുണ്ട്. സാബു അഥവാ വിറച്ചാലും നാട്ടുകാർ വിശ്വസിക്കത്തില്ല. അതാണ് ഇമേജ് ആയിപ്പോയി. അതാണ് പ്രശ്നം. എനിക്ക് പേടിയുണ്ട്. വല്ലാത്തൊരു ഇമേജാ സാബുവിനുള്ളത്. അതൊരു വല്ലാത്ത ഇമേജ് അല്ലേ? അതെ. ഈ ഇപ്പം ഞാനിപ്പോ പരിചയപ്പെടുത്തിയപ്പോ തന്നെ ആൾക്കാരൊന്ന് എന്നൊന്ന് ആലോചിച്ച് കാണും. ഇപ്പൊ എനിക്ക് അറിയേണ്ടത് തരികിട സാബു ആണോ അതോ സാബു തരികിടയാണോ? തരികിട സാബുവാണ്. സാബു തരികിട അല്ല, സാബു വ്യക്തിപരമായിട്ട് സെയിന്റ് ആണ്. സാബു ഈ അടുത്ത കാലത്തായിട്ട് പേര് ചെറുതായിട്ടൊന്ന് പരിഷ്കരിക്കുന്ന കേട്ടു, തരികിടയൊക്കെ മാറ്റി. ഞാൻ അങ്ങനല്ല, അത് ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ എന്താ അറിയാതെ പറഞ്ഞു. ഞാൻ എന്നെ ഒരു പുണ്യാളനായിട്ടാണ് ഇപ്പം സെയിന്റ് ആയിട്ടാണ്. കാര്യം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ചില കാര്യങ്ങൾക്കകത്തൊക്കെ ഭയങ്കര ഘോരഘോരമായ അഭിപ്രായം പറയായിരുന്നു. അത് എനിക്ക് എന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അത് വിഷമമുണ്ടാക്കുന്നു, ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു നല്ല മനുഷ്യനായി. ക്ലീനായി. അതായത് ഈ ക്ലീൻ അല്ല, ഈ സോഷ്യൽ മീഡിയ പോലെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് കുറച്ച് മാറിയിരിക്കാം, അകലം പാലിച്ച് നിൽക്കുന്നു. അല്ല, നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും ക്ലീൻ ആവാൻ പറ്റുമോ? വലിയ പാടല്ലേ ഇത്? അത് എന്റെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യം അതിന്റെ ഒരു ഒരു ഭയങ്കര മലീമസമായി കിടക്കുന്ന അതല്ല. ബിഗ് ബോസ് വെച്ച് ലാലേട്ടൻ ചോദിച്ചെന്ന് പറഞ്ഞു, സാബു നിനക്കൊന്ന് നന്നായി കൂടെ? അല്ല, നന്നായി എന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പൊ പക്ഷെ വേറെ കാര്യമുണ്ട് സാർ. ആ ചോദിക്കുന്ന പറഞ്ഞാൽ ഞാനാണ് അവിടെ വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ എന്റെ അടുത്ത് ചോദിച്ച ആ ഒരാഴ്ച ഞാൻ ഒന്നിലും ഇടപെടാതെ നടന്നു. വളരെ സ്വസ്ഥമായിട്ട് സെയിന്റ് ആയിട്ട് നിന്നു. ഞാൻ ഒന്നിലും പോയി ഇടപെട്ടു. പക്ഷെ ആ ആഴ്ചയായിരുന്നു ഏറ്റവും കൂടുതൽ ലഹള അവിടെ ഉണ്ടായത്. സാബു ഞാൻ മാറിയിരുന്നപ്പോഴേ അതിൽ നിന്ന് തെളിഞ്ഞത് ഞാൻ അല്ലായിരുന്നു അവിടുത്തെ പ്രശ്നക്കാരൻ എന്നുള്ളതാണ്. പക്ഷെ എന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സാറേ, പറന്നു പോണ പണിയില്ലേ, അത് ഞാൻ ഹെലികോപ്റ്റർ വിളിച്ച് ചെന്ന് പണി വാങ്ങിക്കൊണ്ട് വരും. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവം ഉണ്ടായാലും എന്റെ തലയിൽ വരും. അതുകൊണ്ട് അത് ശീലമാണ്, കൊച്ചിലെ തൊട്ടേ അങ്ങനെയാണ്. അല്ല, ആ യഥാർത്ഥത്തിൽ സാബു മാറിയുന്ന ഒരാഴ്ച അവിടെ ഇത്രയും വഴക്കുണ്ടായെങ്കിലേ സാബു കൂടി അതിനകത്ത് കയറുന്നത് കലാപ ഭൂമിയായി മാറിയ ചിലപ്പോ അവിടെ കത്തിച്ചേനെ എല്ലാവരും കൂടെ. അതിന് സാധ്യതയുണ്ട്. ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടപ്പോൾ പരാമർശിച്ചു? കാര്യം ഇപ്പം സിനിമയിലൊക്കെ വളരെ സജീവല്ലേ? അതെ, കുറെ സിനിമകള് അത്യാവശ്യം കാശൊക്കെ ആയോ? കാശിന് എനിക്ക് മുമ്പും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും, ഒരുപാട് കാശൊന്നും വേണ്ടല്ലോ അല്ലേ? എനിക്ക് സത്യം എനിക്കൊരു സ്കൂട്ടർ മതി, ഇനഫാണ്. ലാലെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, നന്നായി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മാനം വാങ്ങിച്ചപ്പോഴും എന്നെ അതിനുശേഷം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചു. എനിക്കൊന്ന് ഈ 2018 തോന്നുന്നു സാബുവിന് ബിഗ് ബോസിൽ അല്ലേ ഇത് കിട്ടി. അന്ന് പ്രളയം വന്നു കേരളത്തില്. അതെ, പ്രളയ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. അകത്തായി പോയി.